ഇപ്പൊ നിങ്ങളുടെ കോഴ്സ് ഏറ്റവും കൂടുതൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത് ഈ അക്കൗണ്ടിങ് ഫീൽഡിൽ കോഴ്സസ് കഴിഞ്ഞവർക്കാണോ അതോ ഏത് കോഴ്സും കഴിഞ്ഞവർക്ക് പറ്റും? ഇതിന്റെ ഒരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്താണ് നിങ്ങൾ കോഴ്സ് ചെയ്യാൻ? നമ്മൾ പറയുന്നത് മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് +2 ആണ്. +2 കൊമേഴ്സ് ഫീൽഡ് തന്നെ ആവണം എന്നൊട്ടും നമ്മൾ പറയാറില്ല. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ സ്റ്റുഡൻസ് നമ്മൾ ഒരേ ക്ലാസ്സിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ +2 കഴിഞ്ഞിട്ടുള്ളവരുണ്ട്, ദെൻ ഗ്രാജുവേറ്റ്സ് ഉണ്ട്, പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് ഉണ്ട്, ഈവൻ M.Com കഴിഞ്ഞിട്ടുള്ളവർ വരെ നമ്മളെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഇവർക്ക് എല്ലാവർക്കും കൊടുക്കുന്ന നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് സെയിം ആണ്. ഇന്ന് വരെ ഒരു കുട്ടി നമ്മളെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് ഇത് ഞങ്ങൾക്ക് അറിയാം, ഇത് ഞങ്ങൾക്ക് ആവശ്യമല്ല എന്ന് ഇതുവരെ പറയുന്ന ഒരു സിറ്റുവേഷൻ വന്നിട്ടില്ല. നമ്മളിപ്പോ പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സസ് ആണ് കൊടുക്കുന്നത്. പ്ലസ് കൊമേഴ്സ് ഗ്രാജുവേറ്റ്സ് ആവണം എന്നില്ല. ഞാൻ പറഞ്ഞ +2 നമ്മൾ ഇവിടെ നിന്ന് അതിന്റെ അക്കൗണ്ടൻസിന്റെ ഏറ്റവും ബേസ് തൊട്ട് ക്ലാസ് കൊടുക്കുന്നുണ്ട്. ഈവൻ ഡെബിറ്റ് 0 എന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡെബിറ്റ് ക്രെഡിറ്റ് മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പൊ ആർക്കും ഈസിലി പിക്കപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഈവൻ കരിയർ ഗ്യാപ്പ് വന്നവർക്ക് വരെ ഈസി ആയിട്ട് പിക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങളൊരു കോഴ്സ് സ്ട്രക്ചർ എങ്ങനെയാണ് വരുന്നത്? കോഴ്സ് സ്ട്രക്ചർ ഇൻ ദി സെൻസ് ഇപ്പം നിങ്ങളുടെ എത്ര മാസത്തെ പ്രോഗ്രാം? ഒരു 1 ഇയർ പ്രോഗ്രാം ആണോ അതോ ഒരു 1 മന്ത് പ്രോഗ്രാം ആണോ? എങ്ങനെയാണ് നിങ്ങളുടെ കോഴ്സ്? നമ്മളിപ്പോ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സ് എന്ന് പറയുന്നത് 4 മന്ത്സിന്റെ കോഴ്സ് ആണ്. 4 മന്ത്സ് എൻ്റയർലി ഫുൾ ആയിട്ട് ക്ലാസ്സസ് ആയിട്ട്. അതിൽ നമ്മൾ 90% പ്രാക്ടിക്കൽസും ഒരു 10% മാത്രമാണ് തിയറി ആയിട്ട് വരുന്നത്. അപ്പൊ പഠിച്ചിറങ്ങുന്ന ആളുകൾ ഒരു ഇൻഡസ്ട്രി എക്സ്പോഷറോട് കൂടി ഇറങ്ങുന്ന ഒരു സാഹചര്യമാണ് ഇപ്പൊ നിങ്ങൾ. ഈ 4 മന്ത്സ് ക്ലാസ്സിന് ശേഷം നമ്മൾ 1 മന്ത് ഇന്റേൺഷിപ്പ് കൂടെ കൊടുക്കുന്നുണ്ട്. ഇന്റേൺഷിപ്പ് നമ്മുടെ ഇവിടെ വെച്ചിട്ട് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ആ ഇന്റേൺഷിപ്പിന്റെ ടൈമിൽ നമ്മൾ എയ്സഡ് കൺസൾട്ടൻസിന്റെ 1 മന്തിന്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും കൊടുക്കും. ഈ 1 മന്തിൽ അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റയർലി ഒരു ഓഫീസ് എൻവയോൺമെന്റിൽ എങ്ങനെയാണോ അവർ വർക്ക് ചെയ്യേണ്ടത്, എന്തൊക്കെ അവർക്ക് ചെയ്യാനുണ്ടോ അത് മുഴുവൻ നമ്മൾ എന്ത് ചെയ്യും, അവരെ കൊണ്ട് ചെയ്യിപ്പിക്കും. അപ്പൊ അവർക്കൊരു പേടിയില്ലാണ്ട് ഈസി ആയിട്ട് ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ പെർഫോം ചെയ്യാനും പറ്റുന്നുണ്ട്.